ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മെയ് 19 മുതൽ 25 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ആദ്യത്തെ ചോദ്യം: എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി? ഉത്തരം: ക്യാമ കാർത്തികേയൻ. 16 വയസ്സുള്ള ക്യാമ കാർത്തികേയനാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയുമാണ് ക്യാമ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. ഉത്തരം: ഗോപി ചന്ദ് തോട്ടക്കുറ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിന്റെ NS-25 പേടകത്തിലായിരുന്നു ഗോപി ചന്ദ് തോട്ടക്കുറ ബഹിരാകാശ യാത്ര നടത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ആര്? ഉത്തരം: മിക്കേൽ സ്റ്റാറെ. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി? ഉത്തരം: ജെനി എർപെൻബെക്ക്. പുരസ്കാരം നേടിയ കൃതി കൈറോസ്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപെൻബെക്ക്. കൈറോസ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോപ്പ്മാൻ. സമ്മാനത്തുകയായ 50,000 പൗണ്ട് സാഹിത്യകാരിയും പരിഭാഷകനും പങ്കിടും. മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് 2016 മുതൽ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയത് ജോർജി ഗോസ്പുഡിനോവ്. പുരസ്കാരം നേടിയ കൃതി ടൈം ഷെൽട്ടർ. ടൈം ഷെൽട്ടർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏഞ്ചല റോഡൽ. 2024 80 വർഷം പൂർത്തിയാക്കുന്ന മജീദും സുഹറയും കഥാപാത്രങ്ങളായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം: ബാല്യകാലസഖി. 2024 80 വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവലാണ് ബാല്യകാലസഖി. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? ഉത്തരം: മൈൻഡ് ബ്ലോവേഴ്സ്. 1 വർഷം നീണ്ടുനിൽക്കുന്ന പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. സംസ്ഥാനമൊട്ടാകെ 50,000 കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ല? കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ല ഏത്? ഉത്തരം: കൊല്ലം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കാനഡയിലെ പ്രസിദ്ധമായ മക്കിൽ സർവകലാശാലയിൽ നിന്ന് ഓണിറ്റി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആര്? ഉത്തരം: സൗമ്യ സ്വാമിനാഥൻ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ പേരിൽ GV രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം: പൂഞ്ഞാർ. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന സ്ഥലത്താണ് GV രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത്. കേരള കായിക ദിനം GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ഹോക്കി മാന്ത്രികനായ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നതും GV രാജയാണ്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ്? ഉത്തരം: ഇബ്രാഹിം റെയ്സി. ഇബ്രാഹിം റെയ്സിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായി മുഹമ്മദ് മോഖ്ബറിനെ നിയമിച്ചു. 2024 മെയ്യിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമേത്? 2024 മെയ്യിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം? ഉത്തരം: കേരളം. 2025 കേരളം സമ്പൂർണ്ണ സ്റ്റാമ്പ് സംസ്ഥാനമായി മാറ്റുകയാണ് ലക്ഷ്യം. 2024 മാതൃദിനം എന്നാണ്? 2024 മാതൃദിനം? ഉത്തരം: മെയ് 12. എല്ലാ വർഷവും
മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത്. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ശ്രീകണ്ഠേശ്വരം. തിരുവനന്തപുരത്തുള്ള ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിലാണ് പ്രതിമ സ്ഥാപിച്ചത്. ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സർവകലാശാല? ഉത്തരം MG സർവകലാശാല. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് ആര്? ഉത്തരം MV ജനാർദ്ദനൻ. പെരുമലയൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. പൊട്ടൻ തെയ്യത്തെ കേന്ദ്രമാക്കിയുള്ള മലയാളത്തിലെ ആദ്യ നോവലാണ് പെരുമലയൻ. 2023 മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് VJ ജെയിംസിനാണ്. VJ ജെയിംസിന്റെ ആന്റി ക്ലോക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമേത്? ഉത്തരം മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് പറയുന്നത്. 2024 മെയ്യിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം രഘുനന്ദൻ കമ്മത്ത്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്? ഉത്തരം മൈത്രി 2. അന്റാർട്ടിക്കയിൽ മൈത്രി ഭാരതി എന്നീ 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യക്കുള്ളത്. 1989 പ്രവർത്തനം ആരംഭിച്ച മൈത്രിക്ക് പകരമാണ് പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരൻ? ഉത്തരം റസ്കിൻ ബോണ്ട്. 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. അടുത്തിടെ ശെന്തുരണി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തപ്പെട്ട ഹാബ്രോ സിസ്റ്റം സഹ്യാദ്രി, ഇരുരാജ് ശെന്തുരണി എന്നിവ ഏതു ജീവിവർഗത്തിൽപ്പെടുന്നവയാണ്? ഉത്തരം ചിലന്തി. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമേത്? ഉത്തരം വെനസ്വേല. മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് തെന്നി നീങ്ങുന്ന വലിയ മഞ്ഞുപാളികളെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ശ്രീനിവാസ് R കുൽക്കർണി. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേര്? ഉത്തരം സ്പ്ലാഷ്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്? ഉത്തരം സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. സാത്വിക് ചിരാഗ് സഖ്യമാണ് തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്. അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഉത്തരം ഭൂട്ടാൻ. 90 മിനിറ്റിനുള്ളിൽ 5 തവണ പൊട്ടിത്തെറിച്ച സെമരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? സെമരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. മെർസ് കൊറോണ വൈറസ് അടുത്തിടെ സ്ഥിരീകരിച്ച രാജ്യമേത്? അടുത്തിടെ മെർസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യമേത്? ഉത്തരം സൗദി അറേബ്യ. 2024 മെയ്യിൽ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി? ഉത്തരം അഹ്റമത്ത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം അക്ഷര മ്യൂസിയം. ഭാഷയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്തുള്ള നാട്ടകം എന്ന സ്ഥലത്താണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഉത്തരം മെയ് 22.
2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയമെന്താണ്? ഉത്തരം പദ്ധതിയുടെ ഭാഗമാകുക എന്നതാണ് 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. ആനകളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള റെയിൽവേയുടെ പുതിയ AI പദ്ധതിയുടെ പേര്? ഉത്തരം ഗജരാജ. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിന്റെ രണ്ടാമത്തെ മുഖപത്രമേത്? ഉത്തരം യോഗനാഥം. വിവേകോദയമാണ് ആദ്യ പ്രസിദ്ധീകരണം. IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം? IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം? ഉത്തരം വിരാട് കോഹ്ലി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 39. ഈ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയാണ് പട്ടികയിൽ ഒന്നാമത്. രണ്ടാം സ്ഥാനത്ത് സ്പെയിൻ, മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ. ഇന്ത്യയുടെ സ്ഥാനം 39. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ വജ്രജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകമേത്? വീണ്ടും അവതരിപ്പിച്ച തോപ്പിൽ ഭാസിയുടെ നാടകം? ഉത്തരം ഒളിവിലെ ഓർമ്മകൾ. തോപ്പിൽ ഭാസിയുടെ ആത്മകഥാപരമായ കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ. ദേശീയ സാങ്കേതിക ദിനമെന്നാണ്? ഉത്തരം മെയ് 11. ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങൾ? ഉത്തരം കൊച്ചി, തൃശൂർ. ഡൽഹിയെയും മുംബൈയെയും മറികടന്നാണ് കേരളത്തിലെ നഗരങ്ങൾ മുന്നിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ഏത്? ഉത്തരം ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ. ലണ്ടനിൽ വെച്ച് നടക്കുന്ന ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം? ഉത്തരം ദീപ്തി ജീവൻജി. തെലുങ്കാന സ്വദേശിയാണ് ദീപ്തി ജീവൻജി. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ജപ്പാനിലെ കോബെ എന്ന സ്ഥലത്ത് വെച്ചാണ്. തീവ്രവാദ വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം മെയ് 21. 1991 രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മെയ് 21 ഇന്ത്യയിൽ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആര്? ഉത്തരം മേരി രത്നാഭായ്. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ആഗ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം? ഉത്തരം ശക്തി. ശക്തിയുടെ 7ാം പതിപ്പിന് വേദിയാവുന്നത് മേഘാലയ. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമേത്? ഉത്തരം UAE. 2024 ഫോബസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ്? ഉത്തരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത്? ഉത്തരം പോളണ്ടിന്റെ ഇഗ സ്വിറ്റിക്. ലോക മെട്രോളജി ദിനം എന്നാണ്? ഉത്തരം മെയ് 20. ലോക മെട്രോളജി ദിനം മെയ് 20.